എല്ലാ പ്രേക്ഷകർക്കും സഫോറിയ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ സന്തോഷം നഷ്ടപ്പെട്ടത് ആര് വഴിയാണ്, ആരാണ് ഉത്തരവാദി എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 2 ഫയലുകളാണ്. അതിലൊന്ന് തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വ്യക്തിയെ ഓർത്ത് ഫയൽ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. ഒന്നാമത്തെ ഈ ഫയലാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിംഗ് ആണ് പറയുന്നത്. നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടത് ആര് മുഖേനയാണ്, ആരാണ് ഇതിന് ഉത്തരവാദി? ജീവിതത്തിൽ ഒരുപാട് സാഹചര്യങ്ങളിൽ അവഗണിക്കപ്പെട്ട ചരിത്രമുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ എവിടെയൊക്കെ പോയാലും ആളുകൾ നിങ്ങളെ മനഃപൂർവ്വം തിരഞ്ഞെടുത്ത് അവഗണിക്കുകയും നിങ്ങളെ വളർത്താതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല സ്ഥലത്തും നിങ്ങൾക്ക് കിട്ടേണ്ട അംഗീകാരങ്ങൾ മറ്റുള്ളവർ തട്ടിയെടുക്കുകയും നിങ്ങളെ വൃഥാ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് ജീവിതം മുന്നോട്ട് പോയത്. ജീവിതം ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും അത്തരം കാര്യങ്ങളാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആർജവം നിങ്ങൾക്കുണ്ടായത് നിങ്ങളുടെ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് നൽകിയൊരു ശക്തിയാണ്. ഒരിക്കൽ പോലും ആരും കരുതിയിരുന്നില്ല നിങ്ങൾ ജീവിതത്തിൽ വിജയം വരിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകുമെന്ന്. ജീവിതത്തിലെ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാനുള്ള ഒരു ആർജവം ഉണ്ടായതും നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു പോസിറ്റീവ് എനർജി നൽകിയ ഒരു കരുത്താണ്. അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ട ഇടങ്ങളിൽ തകർന്ന് തരിപ്പണമായി നിങ്ങൾ മാറി നിൽക്കുമായിരുന്നു. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ചില ആളുകൾ അറിഞ്ഞോ അറിയാതെയോ തന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. നിങ്ങളെ ഏറ്റവും കൂടുതൽ അവഗണിച്ച ചിലരുടെ ഭാഗത്തു നിന്നുണ്ടായ കൈപ്പേറിയ അനുഭവങ്ങൾ അവർ പരോക്ഷമായും പ്രത്യക്ഷമായും ഒളിഞ്ഞും തെളിഞ്ഞും നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ട്. നിങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയിട്ടുണ്ട്. പലപ്പോഴും നിങ്ങൾക്കറിയാവുന്നതാണ്. അവർ നിങ്ങളെ സ്ഥിരമായി അവഗണിച്ചവരാണ്. അങ്ങനെ നിങ്ങളെ സ്ഥിരമായി അവഗണിച്ചവരുടെ ഭാഗത്തു നിന്നാണ് നിങ്ങൾക്ക് തിരിച്ചടി ഉണ്ടായിട്ടുള്ളത്. അവർ നിങ്ങൾ എവിടെ പോയാലും നിങ്ങളെ തിരഞ്ഞെടുത്ത് കണ്ടെത്തി ആക്രമിച്ച് നിങ്ങളെ മാനസികമായിട്ട് ദുർബലമാക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പല ഘട്ടത്തിൽ അവർക്ക് മനസ്സിലായി നിങ്ങളോട് കൂടുതൽ കളിച്ചിട്ട് കാര്യമില്ല. പക്ഷേ അവരുടെ കണക്കുകൂട്ടലുകൾ നിങ്ങളുടെ ശക്തി തെറ്റിച്ചിരിക്കുന്നു. നിങ്ങൾക്കൊരുപാട് വിഷമമുണ്ടായി അവർ നിങ്ങളെ ഉപദ്രവിച്ചതിലും അവർ നിങ്ങളെ കഷ്ടപ്പെടുത്തിയതിലും അവർ നിങ്ങളെ തള്ളി പറയാൻ തുനിഞ്ഞതിലൊക്കെ. നിങ്ങൾ ഓരോ ദിവസവും ഉപദ്രവിച്ചതിൻ്റെയൊക്കെ പേരിൽ നിങ്ങൾക്ക് ദുഃഖമുണ്ടായി. പക്ഷേ അതൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്കതൊന്നും പരാജയം സംഭവിക്കുന്നില്ല. നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. എല്ലാ പ്രതികൂല സാഹചര്യത്തെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകാനുള്ളൊരു ശക്തി ലഭിക്കുന്നു. നിങ്ങൾക്ക് അത്തരം പോസിറ്റീവ് എനർജി ലഭിച്ചത് നിങ്ങളുടെ സർവശക്തനായ നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് എനർജിയിൽ നിന്നാണ്. നിങ്ങളെ അവഗണിച്ചവരെ യഥാർത്ഥത്തിൽ കണ്ടെത്താനും നിങ്ങളെ അവഗണിച്ചവരിൽ നിന്നും അവർ പോലും പ്രതീക്ഷിക്കാതെ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ജീവിതത്തിൽ വിജയം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പക്ഷേ അവഗണിച്ചവർക്ക് നിങ്ങളോട് കൂടുതൽ അസൂയ തോന്നാനുള്ള സാധ്യതയുണ്ട്. കാരണം നിങ്ങൾ ആ പ്രതിസന്ധിയെ മറികടക്കാൻ പോവുകയാണ് ഉടൻ തന്നെ. അതുകൊണ്ട് സൂക്ഷിക്കണം. അത്തരക്കാരുമായി തുറന്ന അഭിപ്രായ പ്രകടനങ്ങളൊന്നും നടത്തണ്ട. അടുത്തതായിട്ട് രണ്ടാമത്തെ ഈ ഫയൽ തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം. ആരാണ് നിങ്ങളെ ഉപദ്രവിച്ചതെന്ന് പോലും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒന്നും ഒരു പ്രശ്നമില്ല, എല്ലാവരും നല്ലതാണെന്നുള്ളൊരു ശൈലിയിൽ ജീവിച്ചു പോകുന്നൊരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങളുടെ ഈ ജീവിത ശൈലി നിങ്ങളെ ഇല്ലാതാക്കാനായിട്ട് പലരും ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാവരും നല്ലതാണ്, എല്ലാവർക്കും ഒരു കുഴപ്പമില്ല, എല്ലാവരും തന്നെ സ്നേഹിക്കുമെന്നുള്ള രീതിയിൽ നിങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ നിങ്ങളെ തകർക്കാനും നിങ്ങളെ നശിപ്പിക്കാനും നിങ്ങളെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കാനുമായിട്ട് കുറേ ആളുകൾ ശ്രമിച്ചിരുന്നു. ആ കുറേ ആളുകളുടെ പ്രവർത്തന ഫലം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും. അവരെന്തൊക്കെയാണ് ഉദ്ദേശിച്ചതെന്നും അവരുടെ ലക്ഷ്യം എന്തൊക്കെയാണെന്നും നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാനുള്ള സൗഭാഗ്യം ലഭിക്കുകയാണ് ഇതിലൂടെ. കാരണം നിങ്ങളുടെ അടുത്ത് നല്ല രീതിയിൽ പ്രവർത്തിച്ചു, നിങ്ങൾക്കൊരു സംശയവും ഇല്ലാത്ത രീതിയിൽ നിങ്ങളെ അവർ പറഞ്ഞു ഫലിപ്പിച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങളെ അവർ ഉപദ്രവിക്കുകയായിരുന്നു. നിങ്ങളൊരു പ്രതിസന്ധിയും പ്രശ്നവും മറ്റുള്ളവരോട് പറയാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് ഇത് പുറംലോകം അറിയാത്തത്. നിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് എല്ലാവരും നിങ്ങളെപ്പോലെയാണെന്ന് നിങ്ങൾ ഇരുന്ന ചില ആളുകൾ അവർ നിങ്ങളെ മാരകമായ രീതിയിൽ ചതിച്ചിരിക്കുന്നു. നിങ്ങളുടെ വ്യക്തിയുമായിട്ട്
നിങ്ങൾക്കുണ്ടായിരുന്ന പല കാര്യങ്ങളും നിങ്ങൾ അവരോട് പറഞ്ഞു. അവർ അത് മനസ്സിലാക്കി നിങ്ങൾക്കെതിരെ അത് കൊണ്ടുവന്നിരിക്കുകയാണ്. പക്ഷേ അവർക്ക് അധികകാലം ഇനി ആ ചതി നടത്താൻ കഴിയില്ല. കാരണം നിങ്ങൾ ഉടൻ അറിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ അടുത്ത നിമിഷം തന്നെ നിങ്ങൾക്ക് അവരെ മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളൊട്ടും സംശയിക്കാതിരുന്ന ചില ആളുകൾ കൂടെ നിന്നുകൊണ്ട് ഒന്നും അറിയാത്തതുപോലെ പ്രവർത്തിച്ച് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ അടുപ്പിക്കാനും നിങ്ങൾക്ക് കിട്ടേണ്ട പല സൗഭാഗ്യങ്ങൾ അടിച്ചെടുക്കാനായിട്ട്, തട്ടിയെടുക്കാനായിട്ട് അവർ ശ്രമിക്കുകയും ചെയ്യുകയാണ്. നിരന്തരമായ അവരുടെ ശ്രമങ്ങൾ ഇനി വിജയിക്കില്ല. കാരണം പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് അവരുടെ യഥാർത്ഥ മുഖം മനസ്സിലാക്കി തന്നിരിക്കുന്നു. നിങ്ങൾ അവരോടൊന്നും ഇപ്പോൾ തുറന്നു പറയേണ്ട. നിങ്ങളവരെ മനസ്സിലാക്കിയതും അവരുടെ തന്ത്രങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയതൊന്നും നിങ്ങൾ അവരോട് പറയേണ്ട. നിങ്ങൾക്ക് അവരെ കൃത്യമായി മനസ്സിലാക്കാനുള്ള അവസരം വന്നു ചേർന്നിരിക്കുകയാണ്. നിങ്ങളൊന്നും അറിയാത്തത് പോലെ നിങ്ങൾ മുന്നോട്ട് പോവുക. ഒരിക്കലും നിങ്ങൾക്കുള്ളൊരു സൗഭാഗ്യത്തെയും തടയാനായിട്ട് അവർക്ക് സാധിക്കില്ല. അവർ നോക്കി നിൽക്കാതെ തന്നെ നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേരുകയും നിങ്ങൾ വിജയിക്കുകയും ചെയ്യും. നിങ്ങൾ ഒന്നും അല്ലാതാക്കാൻ ആഗ്രഹിച്ചവർക്ക് നിങ്ങളുടെ മുന്നേറ്റം കണ്ട് നിരാശപ്പെടേണ്ടി വരും. അതുകൊണ്ട് അക്കാര്യത്തിൽ നിങ്ങൾ നിരാശപ്പെടേണ്ട. പക്ഷെ അവരുമായിട്ടുള്ള ആ ബന്ധത്തിൽ നിങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തുറന്നു പറയരുത്. എന്ന് കരുതി അവരുമായിട്ടുള്ള ബന്ധം തുടരുകയും ചെയ്യരുത്. മറ്റെന്തെങ്കിലും കാരണം പറഞ്ഞ് ആ ബന്ധത്തിൽ നിന്ന് ഒഴിവാകുക. നിങ്ങൾക്ക് നല്ലതേ വരൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.